ഹലോ, വെൽക്കം ബാക്ക് ടു മർത്ത മറിയം വൈബ്സ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ റെഗൻസ്ബുർഗിലുള്ള ഹിസ്റ്റോറിക്കൽ മ്യൂസിയം കാണാനായിട്ട് പോയായിരുന്നു. അപ്പം അവിടെ ഫ്രീ ആയിരുന്നു എൻട്രി. അപ്പം ഞങ്ങളെല്ലാവരും പോയിട്ടുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ കുറച്ച് ഷോർട്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, വീഡിയോസും. അപ്പോൾ അത് നിങ്ങളെ കാണിച്ചു തരാൻ പോവുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു ഇച്ചായ നമ്മൾ കഴിഞ്ഞ ദിവസം പോയ പരിപാടി? അരമണിക്കൂർ വെയിലത്ത് നിന്നിട്ട് നമ്മൾ ക്യൂവിൽ നിന്നിട്ടാണ് കയറിയത്. കാരണം ഫ്രീ ആയതുകൊണ്ട് ഒത്തിരി അവിടെ ജർമ്മൻസും ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ മറ്റ് ഔസ്ലാൻഡർമാരും ഉദ്ദേശിച്ചത് മറ്റു രാജ്യത്തിലുള്ള പല ആൾക്കാരും ഉണ്ടായിരുന്നു. കാരണം കണ്ടില്ലേ, നിരനിരയായിട്ടുള്ള ക്യൂ കണ്ടില്ലേ. ഫ്രീ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഇവിടെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെപ്പോലെ തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ. ഫ്രീ എന്ന് പറഞ്ഞാൽ എന്ത് ആൾക്കാരും ചടി വരും. അതിപ്പോ മലയാളികൾ മാത്രമല്ല, ലോകത്തിലെ എവിടെയാണെങ്കിലും അത് സത്യസന്ധമായ കാര്യമാണെന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു ദിവസമായിരുന്നു. ഫ്രീ ആന്ന് പറഞ്ഞു. ഞങ്ങൾ വിചാരിച്ചു പെട്ടെന്ന് പോയിട്ട് കണ്ടിട്ട് വരാലോ എന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചാണ് ഞങ്ങൾ പോയത്. പക്ഷെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ അവസ്ഥ കണ്ടിട്ട് ഞങ്ങൾ തന്നെ, എല്ലാ മനുഷ്യരും ജർമ്മൻസ് എന്നല്ല എല്ലാ നാട്ടിലുള്ളവരും അവിടെ വന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നു കാണാനായിട്ട്. കുറേ നേരം വെയിറ്റ് ചെയ്ത് നിന്നിട്ടാണ് ഞങ്ങൾക്ക് കയറാൻ പറ്റിയത്. അരമണിക്കൂർ നേരം പോണ്ടേ റോഡ് സൈഡിൽ വെയിലത്ത് നിന്നു. ഈ പറഞ്ഞ പോലെ കുറച്ചേരൊക്കെ വായി നോക്കി നിന്നു അവിടെ. അങ്ങനെ എന്തായാലും വെയിലത്ത് നിന്ന് മറത്തേക്കൊക്കെ ഇച്ചിരി പോരടിച്ചു തുടങ്ങി. അവസാനം അവള് കിൻഡർ സീറ്റിന് വൈബായി തുടങ്ങി. അവിടുത്തെ ആൾക്കാർ മുഴുവൻ അവളും അവിടുത്തെ ആൾക്കാരെയൊക്കെ അട്രാക്ട് ചെയ്യാൻ തുടങ്ങി. നല്ല വെയിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് വെയിലുണ്ടെങ്കിലും ആൾക്കാർ നല്ല തിരക്കോട് കൂടിയിട്ട് തന്നെയാണ്. കാലാവസ്ഥ നല്ല കാലാവസ്ഥയായിരുന്നു. ഹിസ്റ്റോറിക്കൽ മ്യൂസിയത്തെക്കുറിച്ച് ഇച്ചാനും വല്ലതും അറിയാമോ? സത്യം പറഞ്ഞാൽ എനിക്കൊന്നും അറിയത്തില്ല കേട്ടോ. ഞാൻ വെറുതെ അത് കാണാലോ, കുറച്ച് വീഡിയോസൊക്കെ എടുക്കാലോ, എന്താ അവിടുത്തെ അവസ്ഥ എന്നൊക്കെ അറിയാൻ വേണ്ടി പോയതാണ്. അതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളും സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല. ഇച്ചാനും വല്ലതും അറിയോ? നോർമലി അതൊരു റേഗൻസ്ബുർഗിലെ ഒരു അട്രാക്ഷൻ, ഗൂഗിളിലുള്ള അട്രാക്ഷൻസിൽ വരുന്നൊരു സംഭവമാണ്. നോർമലി ഒരു 15 യൂറോ പെർ ഹെഡ് നമ്മളവിടെ പേ ചെയ്യണം അത് കാണണമെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി മാത്രമാണ് അത് കുറച്ച് എക്സ്പെൻസീവായിട്ട്. ഇപ്പോൾ നമുക്ക് 2 പേരൊക്കെ പോകണമെങ്കിൽ 10-30 യൂറോ ചിലവാണ്. ടൂറിസ്റ്റുകൾ മാത്രമായിട്ട് കയറിപ്പോകും. പക്ഷേ ഒത്തിരി ടൂറിസ്റ്റുകൾ നോർമലി വരാറുണ്ട് അവിടെ. പക്ഷെ ഇന്നത്തെ ദിവസം മാത്രം അവരുടെ ഒരു ഫ്രീ എൻട്രി ആയിരുന്നു. അപ്പം ഞങ്ങൾ ഉള്ളിലൊക്കെ കയറി. സത്യം പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് പഴയ കാലത്ത് ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നമ്മുടെയൊക്കെ നാട്ടിൽ നമ്മൾ കാണത്തില്ലേ, അല്ലേ? നമ്മൾ നാട്ടിലൊക്കെ കാണാൻ പോയിട്ടുള്ള മ്യൂസിയത്തിലാണ്. ഹിസ്റ്റോറിക്കൽ മ്യൂസിയം കാണാൻ പോയിട്ടുള്ള വെറുതെ ചുമ്മാ തള്ളി മറക്കുക. ഇല്ലില്ല, ഞാൻ കണ്ടിട്ടുണ്ട് മ്യൂസിയം. സത്യം പറഞ്ഞാല് അല്ലേ ചേ, നമ്മൾ മണാലിക്കൊക്കെ ട്രിപ്പ് പോയില്ലായിരുന്നു, മണാലിക്ക്. അപ്പോൾ അവിടെ പോയപ്പോൾ ഒരു മ്യൂസിയം കണ്ടിട്ടില്ലായിരുന്നു ഡൽഹിയിൽ പോയപ്പോൾ. പണ്ട് ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതാ, ചെറുപ്പത്തിൽ നീ ഏത് മ്യൂസിയം കാണാൻ? ഒരു മ്യൂസിയം ഞാൻ കണ്ടിട്ടില്ല. പാലായില് ഞാൻ ചെറുപ്പത്തിൽ പോയിട്ടുണ്ട് മ്യൂസിയം കാണാനായിട്ട്. ഏതാന്ന് ഞാൻ ഓർക്കണില്ല, സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്. പക്ഷെ അതുപോലത്തെ ഏകദേശം സെറ്റപ്പാണ് ഇതും കേട്ടോ. അവിടെയും കുറേ പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുറേ മൺകുടങ്ങളും സാധനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ അതുപോലെ കുറേ കരിങ്കല്ലുകൾ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അവരുപയോഗിച്ചുകൊണ്ടിരുന്ന കരിങ്കല്ല്. പിന്നെ പട്ടാളക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുറേ ഇത് ഇത് പറയുന്ന പേരെന്താ സത്യം പറഞ്ഞാൽ? പടച്ചട്ട, അങ്ങനത്തെ കുറേ സാധനങ്ങൾ അതൊക്കെയായിരുന്നു. പക്ഷെ വർഷങ്ങൾ പഴക്കമുള്ളതാണെന്ന് മനസ്സിലായി. കാരണം അവിടെ വർഷങ്ങളും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ആ ദിവസം അവരുടെ എന്തോ ഒരു പ്രത്യേകത ഉള്ള ദിവസമായിരുന്നു. കാരണം അവരുടെ ഒരു ഈ ഹിസ്റ്റോറിക്കൽ മ്യൂസിയം തുടങ്ങിയതിൻ്റെ സെലിബ്രേഷനോ അതോ അങ്ങനെ എന്തോ ഒരു സെലിബ്രേഷൻ. അപ്പം അതേ വസ്ത്രം ധരിച്ച് കുറേ മനുഷ്യരോട് ഡ്രസ്സുകളിട്ട് കുറച്ച് പേരെയൊക്കെ കാണാൻ പറ്റി. കുറേ പേര് അവരുടെ കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. ഞങ്ങൾ പിന്നെ 2 പിള്ളേരുള്ളത് കൊണ്ട് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ജസ്റ്റ് വീഡിയോസ് മാത്രമേ എടുത്തുള്ളൂ. അവരുടെ കൂടെ നിന്ന് ഫോട്ടോ ഒന്നും എടുത്തില്ല. അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ എക്സ്പ്ലനേഷൻ നമുക്ക് കുട്ടികൾക്കൊക്കെ വളരെ ഹെൽപ്ഫുള്ളായ രീതിയിൽ അവർ പറഞ്ഞു തരുന്നുണ്ട്. എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു, ഞാനൊന്നും ചോദിച്ചില്ല കേട്ടോ. എനിക്ക് ജർമ്മനിൽ ചോദിക്കണില്ല. അപ്പോൾ അതുകൊണ്ട് ചോദ്യം നമ്മൾ ജർമ്മനിൽ ചോദിക്കണം, ജർമ്മൻ ഭാഷയിൽ തന്നെ ചോദിക്കും വേണം. അവർ തിരിച്ചും ജർമ്മൻ ഭാഷയിൽ തന്നെ ഉത്തരം പറയും. ഇത് രണ്ടും നമുക്ക് അറിയാത്തതുകൊണ്ട് നമ്മൾ വെറുതെ അവിടെ പോയി ഓരോന്ന് തപ്പി തട്ടി ഇതാ നിൽക്കുന്ന പോലെ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കാൻ അങ്ങനെ അവർ ബുദ്ധിമുട്ടിക്കാനൊന്നുമില്ല. പക്ഷെ ഇവിടുത്തെ ആൾക്കാരൊക്കെ അത് പറ്റി പറഞ്ഞു കൊടുക്കാനും അറിയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ പിള്ളേർ പോയിട്ട് അത് ചില്ലും കൂട്ടിലിരിക്കുന്ന സാധനങ്ങളൊക്കെ തൊട്ട് നോക്കാന്നല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ മജേഷ് ഇങ്ങനെ ഭയങ്കര അടിപൊളിയായിട്ട് വീഡിയോ എടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് കാണും ചെയ്യാം നന്നായിട്ട്. പക്ഷെ ഇവിടുത്തെ ആൾക്കാരത് ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് വരുന്ന എനിക്കത് പണ്ടത്തെ കാലത്ത് തൊപ്പികളൊക്കെയാന്ന് ഇവര് സൂക്ഷിച്ചു വെച്ചേക്കണം അല്ലേ. പണ്ട് അവര് ഉപയോഗിച്ചോണ്ടൊരു തൊപ്പിയും സാധനങ്ങളും. പിന്നെ എനിക്ക് കുറെ ഇഷ്ടപ്പെട്ടത് കുറെ അസ്ഥികൂടങ്ങളുണ്ടായിരുന്നു കേട്ടോ. ആദ്യമായിട്ട് അതിപ്പോ വരുവേ വീഡിയോയില്, അല്ലേ? അതെനിക്കിഷ്ടമായിരുന്നു. കുറെ
കുറേ പോത്തിൻ്റെ അസ്ഥികൂടങ്ങളുണ്ടായിരുന്നു. പിന്നെയാണെങ്കിൽ ആദ്യമായിട്ട് റേഗൻസ്ബുർഗിലെ പടത്തലവനാ റേഗൻസ്ബുർഗുകാരന് ഏതൊരു റേഗൻസ്ബുർഗുകാരൻ്റെ അസ്ഥികൂടങ്ങൾ അതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അവരൊക്കെ സമ്മതിക്കണുണ്ടോ? നമ്മുടെ നാട്ടിൽ നിന്നും അങ്ങനെ എടുത്തു വെക്കാറുള്ള കണ്ടിട്ടുണ്ടോ? ആദ്യത്തെ ആൾക്കാരെയൊക്കെ അവരെ ആദ്യത്തെ റേഗൻസ്ബുർഗുകാരനൊക്കെയാന്ന് പറഞ്ഞ് അങ്ങനത്തെ അസ്ഥികൂടങ്ങളും സാധനങ്ങളൊക്കെ ഇവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. ഹിസ്റ്ററി ഭയങ്കര കാര്യമായിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ അധികം ഒന്നും വായിച്ചില്ല. അവർ ഇവിടെ എല്ലാത്തിൻ്റെ അടിയിൽ അവർ ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ വായിച്ചൊന്നും നോക്കിയില്ല, കാരണം ഞങ്ങൾ പെട്ടെന്ന് കണ്ട് ഇവിടെ പിള്ളേർക്ക് ഓടുന്നതുകൊണ്ട് നമുക്ക് അധികം അങ്ങോട്ട് വായിച്ചു നോക്കാനും നിൽക്കാനൊന്നും പറ്റില്ലായിരുന്നു. പിള്ളേർ ഓടുന്നത് ഈ പറഞ്ഞ പോലെ അത് വീഡിയോയിൽ കാണുന്നുണ്ട് കൃത്യമായിട്ട്. കാരണം പിള്ളേർ ഓടുന്നതനുസരിച്ച് വീഡിയോയുടെ തലതിരിഞ്ഞും മറിഞ്ഞൊക്കെ വരുന്നുണ്ട്. ഇതുണ്ടോ? ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവരുപയോഗിച്ചുകൊണ്ടിരുന്ന എന്തോ വാളായിരുന്നു. അതൊക്കെ തുരുമ്പ് പിടിച്ചൊരു പരുവായി. അതുപോലെ സാമഗ്രികളാണ് കൂടുതലുണ്ടായിരുന്നത്. അവർ ആ സമയത്ത് യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്ന വാളുകളും അതുപോലെ തന്നെ ആ സമയത്ത് അവർ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളും അവരുടെ എന്താ പറയുക സേവ് ചെയ്യാനായിട്ട് അവർ ഉപയോഗിച്ചിരുന്ന പല പല ഐറ്റംസുകൾ. എന്നാലും കാണാൻ രസമുണ്ടായിരുന്നു. അവർ അത്രയും വർഷപ്പഴക്കമുള്ള സാധനങ്ങളൊക്കെ അതുപോലെ തന്നെ സുരക്ഷിതമാക്കി വെച്ച് കല്ലും സാധനങ്ങളും ഓരോന്നൊക്കെ. സത്യം പറഞ്ഞാൽ പിള്ളേരെ കൊണ്ടൊക്കെ പോകുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം, കാരണം അതിങ്ങനെ വെച്ചേക്കാണേ. അപ്പം ചിലതൊക്കെ അവർ ചില്ല് കൂട്ടിനുള്ളിലാണ് വെച്ചേക്കണം, ചിലതൊക്കെ അല്ലേ ഈ കല്ല് സാധനങ്ങളൊക്കെ പ്ലെയിൻ ആയിട്ട് അങ്ങോട്ട് വെച്ചേക്കുമല്ലേ ചെയ്തേക്കണത്. അങ്ങനെ കുറേ ഇതെന്തായാലും അറിയത്തില്ല എന്തായിരുന്നു, കുറേ കത്തി ഐറ്റംസ് കേട്ടോ, കുറേ അരിവാള് പോലത്തെ സാധനങ്ങൾ കുറേ നമുക്ക് മനസ്സിലാകില്ല എന്താന്നൊക്കെ ഉള്ളത്. പക്ഷെ എല്ലാം മനസ്സിലാവുന്ന രീതിയിൽ അവിടെ എഴുതി വെച്ചു. പക്ഷെ എല്ലാം ജർമ്മനിലാണ്, ഇംഗ്ലീഷിലൊന്നും എഴുതി വയ്ക്കാത്തതുകൊണ്ട് നമുക്കൊന്നും അങ്ങനെ പ്രത്യേകിച്ച് മനസ്സിലാവില്ല. മനുഷ്യൻ എന്തായാലും നീണ്ടു നിവർന്നിങ്ങനെ വീശിയടിച്ച് ഇങ്ങനെ മറ്റേ പണ്ട് ശ്രീനിവാസൻ പറഞ്ഞ പോലെ പറയുന്നുണ്ടായിരുന്നു, എന്താ പറയുക, കുട്ടി വെള്ളത്തിൽ ചാടും അപ്പോൾ ക്യാമറ ഒപ്പം ചാടട്ടെ എന്ന് പറഞ്ഞ പോലെ മർത്ത എങ്ങോട്ടൊക്കെ ഓടി നൽകണം. മർത്തയുടെ പുറകിൽ ക്യാമറ ഓണാക്കി മർത്തയുടെ പിന്നെ ഓടുന്നു, വളയുന്നു, തിരിയുന്നു, അങ്ങനെയൊക്കെ ആയിട്ട്. എന്തായാലും അത് പക്ഷേ ഒരു പ്രാവശ്യം കാണാനുള്ളൂ. ഇത് മുമ്പേ നേരം പറഞ്ഞില്ലായിരുന്നു, ഇത് തോന്നുന്നത് ആ റേഗൻസ്ബുർഗുകാരനാണ് കിടക്കണേന്ന് തോന്നുന്നേ, അറിയില്ല. മർത്തയ്ക്ക് ഭയങ്കര അട്രാക്ഷൻ ആയിട്ട് തോന്നി. മർത്ത തിരിഞ്ഞു ഇത് ആ റേഗൻസ്ബുർഗുകാരൻ തന്നെയായിരുന്നു, അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അവരോട് സംസാരിക്കാനൊക്കെ എടുത്തായിരുന്നു. മർത്ത വന്നപ്പോൾ ചോദിച്ചു വന്നിട്ട് ഇതാരത് മനസ്സിലാവണില്ലല്ലോ. ഇതെങ്ങനെയാണാവോ ഇതിനെ എടുത്ത് ഇങ്ങനെ സെറ്റാക്കി ഇവിടെ സിമെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അതിൻ്റെ ഉള്ളിൽ അല്ലേ. സിമെന്റ് ചെയ്ത് അതവിടെ ഇങ്ങനെ ആ ഷേപ്പിലാക്കിയിട്ടേ ഇതെല്ലാം കളക്ട് ചെയ്തിട്ട് ഷേപ്പിലാക്കിയിട്ട് അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. തലതിരിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് പിന്നെ ഈ മർത്ത ഓടുന്നതുകൊണ്ട് മഞ്ജുഷയുടെ ക്യാമറ തലതിരിഞ്ഞ് നിൽക്കുകയാണ്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. പക്ഷെ അത് കൃത്യമായിട്ട് അതിൻ്റെ എല്ലാ കിട്ടാവുന്ന രീതിയിലുള്ള എല്ലാ സാധനങ്ങളും അവർ കളക്ട് ചെയ്ത് ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ, ഇതാണ് ആ വീഡിയോ റേഗൻസ്ബുർഗുകാർ. പിന്നെ കുറേ ചട്ടിയും കലങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അതേ ഒരാളുടെ തലയോട്ടിയുണ്ട്, അത് ഏതാന്ന് ഞാൻ ഓർമ്മയുണ്ട് ആരുടെ തലയോട്ടിയാന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ക്ലിയർ ആയിട്ട് എടുത്തിട്ടില്ല ആരുടെയാന്നുള്ളത്. തലയോട്ടി മാത്രമേ എടുത്തുള്ളൂ. അതെന്താ എഴുതി വെച്ചേക്കൂടെ എന്താണെന്ന് എടുക്കാൻ പറ്റിയില്ല സത്യം പറഞ്ഞാൽ. അങ്ങനെ പിന്നെ കുറേ മൺകുടങ്ങളും മൺപാത്രങ്ങളും കുറേ സാധനങ്ങളും ഒരു പ്രാവശ്യം പോയി കാണാനൊക്കെ ഉള്ളതേ ഉള്ളൂ സത്യം പറഞ്ഞാൽ. അടിച്ചു പൊട്ടിക്കോ, മർത്ത ഓർഡർ ഓട്ടായിരുന്നു എല്ലാ സാധനങ്ങളും കാണുമ്പോഴേ. ആൾക്കാരെ കുട്ടികളുണ്ട്. ഇത് കേട്ടോ, മറ്റേ ഇതെന്തായിരുന്നു, ഒരു ദിനോസർ അല്ലായിരുന്നു, ഒരു എന്തോ ഒരു സാധനമായിരുന്നു, എന്താന്ന് മാറുന്നു. അതിന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാല്. എന്തൊരു കിളിയായിരുന്നു, ഫോഗൽ എന്തോ സംതിങ് ആയിരുന്നു സത്യം. കിളിക്ക് പറയണെന്ന് തോന്നുന്നു. കഴുകനായിരുന്നു, മറന്നു എന്തായിരുന്നു സത്യം പറഞ്ഞാൽ കേട്ടോ. വീണ്ടും അസ്ഥികൂടം കുറെ പേരുടെ അസ്ഥികൂടങ്ങൾ അവർ വെച്ചിട്ടുണ്ട്. മർത്തപ്പ അവരോട് സംസാരിക്കാൻ പോകും. ഭയങ്കര കോമഡി സീനായിരുന്നു. മർത്തക്ക് അസ്ഥികൂടം അപ്പ അവരോട് സംസാരിക്കണം. പിന്നെ നോക്ക്, പോത്തിന്റെ എല്ലാവരുടെ അസ്ഥികൂടങ്ങൾ അവരിങ്ങനെ കളക്ട് ചെയ്തിട്ട് അവിടെ വെച്ചേക്കായിരുന്നു. ഇവരുടെ മെയിൻ പരിപാടി അസ്ഥികൂടങ്ങളും സാധനങ്ങളും. പിന്നെ ഇവരുടെ ഓരോ ചിത്രകലാ ശില്പങ്ങളായിരുന്നു തോന്നുന്നത് ഇങ്ങനെ ഉണ്ടാക്കി കുറേ സാധനങ്ങൾ. ഇത് പിന്നെ നമ്മൾ അവിടെ കണ്ടത് ഷൂ ഉണ്ടാക്കി കൊടുക്കുന്നു. അത് പഴയ
പഴയ റോമൻ പട്ടാളത്തിന്റെ ഒക്കെ ചെരുപ്പുകൾ എങ്ങനെയുണ്ടായി അത് കുറച്ച് പേരുണ്ടാക്കി. കുറേ ജർമ്മൻസ് അതിൻ്റെ അവിടെ ചുറ്റും വന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നു ചെരുപ്പുണ്ടാക്കി. അതും വിൽക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ? അത് അവർ വിൽക്കുന്നുണ്ട്, അതുപോലെ തന്നെ പണിത് വിൽക്കുന്നുണ്ട്, പണിത് കൊടുക്കുന്നുണ്ട്. അത് മേടിക്കാൻ ആൾക്കാരുണ്ടായിരുന്നു. വീടും അതുപോലെ തന്നെ വീട് സെറ്റപ്പ് ഒക്കെ ആയിരുന്നു പണ്ടത്തെ അല്ലേ, പണ്ടത്തെ വീടും. അത് അവരെങ്ങനെയാണ് പണ്ടത്തെ അതുപോലെ തന്നെ അതേ എന്താ പറയാ ഒരു ആർക്കിടെക്ട് രീതിയിൽ തന്നെ അവർ പണിത് വെച്ചിട്ടുണ്ട്. എങ്ങനെയായിരുന്നു അവർ ബിയറും അല്ലെങ്കിൽ വൈനൊക്കെ ഉണ്ടാക്കിയിരുന്നത്, അതുപോലത്തെ അതിൻ്റെ ചക്കും കാര്യങ്ങളൊക്കെ. പിന്നെ വരുന്നത് ഇതാ പിള്ളേർക്ക് കളിക്കാനായിട്ട് അവരൊരു സെറ്റപ്പ് അവിടെ, കളിക്കാനല്ല അവരുടെ ഒരു വരയ്ക്കാനായിട്ട്, അതായത് എന്താ പെയിൻറ് ചെയ്യാനൊക്കെ ആയിട്ട് കുറേ പെയിൻറ്റിങ്ങും സാധനങ്ങളും ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരോട് ഇത് കുറച്ച് നേരം പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെന്താ നമ്മൾ കണ്ടേ, ഓടിപ്പടഞ്ഞ് നമ്മൾ പെട്ടെന്ന് പോകുന്നു, പെട്ടെന്ന് അതുണ്ടായത്. അധികം നേരം നിന്നില്ല സത്യം പറഞ്ഞാൽ. കുറച്ച് നേരം ഉള്ളിൽ സത്യം പറഞ്ഞാൽ കുറേ നേരം നമ്മൾ നിൽക്കുമായിരുന്നു, പുറത്ത് വെയിറ്റ് ചെയ്യുമായിരുന്നു അല്ലേ, പുറത്ത് വെയിറ്റ് ചെയ്തു. പിന്നെ അകത്ത് കയറിയതിന് ഇവർ ഭയങ്കര ഓട്ടമായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു, കുട്ടികളും പേരൻസും ഒക്കെ ആയിട്ട് കുറേ നല്ല തിരക്കായിരുന്നു. പിന്നെ സൈഡുകൂടെ എല്ലാം നോക്കിയത് ഇവിടെ ഒരു അസ്ഥികൂടമാണ്, അവിടെ എല്ലാ ആൾക്കാരും കൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അതെ, ഇവിടെ ഒരു അസ്ഥികൂടം ഉണ്ട്. ആരുടെയാണെന്ന് ദൈവത്തിനറിയാം. എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് എടുക്കാൻ പറ്റിയില്ല. ഇത്രയും നേരം കാത്തുനിന്നിട്ട് ആൾക്കാർക്കും ഇതൊക്കെ എന്താണെന്ന് അറിയാനൊരു അത് പിന്നെ ഈ ന്യൂസൊക്കെ അവർ എഴുതിയിരുന്നതേ അത് കണ്ടായിരുന്നോ? മീൻസ് കല്ലുകളിലായിരുന്നു. ഇത് കണ്ട കല്ലുകളിലായിരുന്നു ന്യൂസും കാര്യങ്ങളൊക്കെ എഴുതിയിരുന്നത് പണ്ടുള്ളവര്. അപ്പം അതിൻ്റെ കുറേ കല്ലും സാധനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എന്തെങ്കിലും അറിയിപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് കല്ലിൽ എഴുതി വെച്ചിട്ട് അങ്ങനെ പോകുന്നതാണ്. ഇത് അതിൻ്റെ അറിയിപ്പ് എഴുതുന്നൊരു സംഭവമായിരുന്നു. കുറെ കല്ല് കുറെ സാധനങ്ങൾ പണ്ടത്തെ കണ്ടോ എഴുതി വെച്ചേക്കുന്നത് കണ്ടായിരുന്നു. അങ്ങനത്തെ കുറേ സാധനങ്ങളും കല്ലും ഒക്കെ ഉണ്ടായിരുന്നു അതിലെ കൂടെ. ഇതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തൊരു തൊളയുള്ളൊരു അല്ല, അത് മരിച്ച ആൾക്കാർ അടക്കം ചെയ്തിരുന്ന സ്ഥലമാണ്. അതെയോ? അതിനകത്തൊരു പള്ളി പോലെ ഉണ്ടാക്കിയതാണ്. പള്ളിയുടെ പുറകുവശമാണ് ശരിക്കും. പള്ളിയായിരുന്നോ? പക്ഷെ അങ്ങോട്ട് കടക്കാൻ ഇങ്ങനെ ക്ലോസ് ചെയ്തേക്കുന്ന ആ സ്ഥലത്തേക്ക് കടക്കാനായിട്ട് പറ്റിണ്ടായിരുന്നില്ല. അവരവിടെ വേറൊരാൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കും, മീൻസ് ഒരാൾ അവിടെ കാവലായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അതൊരു പള്ളിയുടെ വശമാണ് ശരിക്കും. എനിക്ക് മനസ്സിലായില്ല എന്നാൽ. പക്ഷെ അവരത് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു സൈഡിലോട്ട് കടക്കാൻ പാടില്ലായിരുന്നു. പള്ളിയാന്ന് തോന്നി, ഇതെന്തോ വിശുദ്ധനാന്ന് തോന്നുന്നു അല്ലേ? അങ്ങനെ മൊത്തത്തിൽ കാണാൻ പറ്റും. ഇതെന്താന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി കാണുന്ന എല്ലാവർക്കും നല്ലതായിരിക്കും അല്ലേ? ഹിസ്റ്ററി താല്പര്യമുള്ളവർക്ക് നല്ലതായിരിക്കും. അങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു മാസത്തിൽ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ ഒരേ പ്രാവശ്യം ഇതുണ്ടെന്ന് തോന്നുന്നേ, ഫ്രീ ആയിട്ട് കാണിക്കണേ ഇല്ലേ? അതറിയില്ല. നമ്മളിങ്ങനെ ഒരു ഫ്രീ ആണെന്ന് ഇവിടുത്തെ ഒരു മലയാളികളുടെ ഡ്രാഗൺസ്ബർഗിൽ ഒരു നാട്ടുകൂട്ടം എന്നുള്ള ഗ്രൂപ്പുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പിനകത്ത് അങ്ങനെ ഒരു മെസ്സേജ് കണ്ടപ്പോൾ നമ്മളങ്ങനെ കയറി പെട്ടെന്ന് വന്നതാണ്. ആ ഗ്രൂപ്പിൽ ഇങ്ങനെ മെസ്സേജ് വന്നു എന്ത് ദിവസം ഫ്രീ ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ടപ്പോൾ പോയതാണ്. പക്ഷെ എന്നാലും നമുക്കൊരു വൺ ടൈം വാച്ചബിളാണ്. നമുക്കൊരു സൂപ്പറായിട്ട് നമുക്കൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇന്നത്തെ ഈ ഫ്രീ ആയിട്ടുള്ള ദിവസമാണ് അത്രയും തിരക്ക് കാണില്ല. ഈ ടൂറിസ്റ്റുകളുടെ ഒരു തിരക്കുണ്ടാവുള്ളൂ, അല്ലാതെ നോർമൽ ഡേയ്സിൽ ഉണ്ടാവില്ല. ഇതെന്നു പറയാ, ഇത് നമ്മൾ അതിൻ്റെ പുറത്തൊരു കഫേ അല്ല ഉണ്ടായിരുന്നില്ല, ഒരു പാർട്ടിയൊക്കെ നടത്താൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു അത്. അതും ഇതിൻ്റെ ഒരു ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് അതേപോലെ തന്നെ അവർ എങ്ങനെയായിരുന്നു കല്യാണങ്ങളും അവരുടെ സ്റ്റേജും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളത് കാണിക്കാനായിട്ടുള്ള അതേപോലെ തന്നെയുള്ളൊരു കഫേ ഉണ്ട് അവിടെ. നമുക്ക് ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്തിട്ട് കളിക്കാനും അതുപോലെ കഴിക്കാനും പറ്റും. അത്യാവശ്യം പിള്ളേർക്കൊക്കെ നന്നായിട്ട് അവിടെ സ്പേസ് ഉണ്ടായിരുന്നു. അവിടെ ഇപ്പോഴും ആൾക്കാരിരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു അല്ലേ? നമ്മൾ ചെന്നപ്പോൾ അവിടെ ഫുഡൊക്കെ ഓർഡർ ചെയ്യാൻ പറ്റുമോ അവിടുത്തെ? അതിനോട് ഞങ്ങൾക്കും വളരെ ഇഷ്ടമായി പോയപ്പം. അതുപോലെ നിങ്ങളും പോയി കാണാൻ സാധിക്കുന്നവരെ കാണാം. ഫ്രീ ഉള്ള ദിവസം കാണുകയാണെങ്കിൽ അത്രയും നന്നായി. അപ്പം വേറൊന്നുമില്ല. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വൈൻഡപ്പ് ചെയ്യേണ്ട ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഞങ്ങളുടെ പ്രിയപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ ഞങ്ങളുടെ ചാനലിനെ പറ്റിയുള്ള കമൻസുകളും നിങ്ങൾക്ക് രേഖപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നു അല്ലേ? അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഓൾ. അപ്പോൾ വേറൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, പുതിയ ഇവിടുത്തെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, അപ്പോൾ ശരി എന്നാൽ. അപ്പോൾ എല്ലാവർക്കും സമയം കിട്ടുന്ന പോലെ പോയി കാണാൻ പറ്റുന്നവർ കാണുക. ഓക്കെ, താങ്ക് യു. ബൈ.